ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക്. ഇന്ന് ഞാനൊരു നാടൻ ബീഫ് അച്ചാറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് നന്നായിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. കാരണം ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് മസാലകളൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. നല്ല സോഫ്റ്റ് ഉണ്ടാവണം, അതേപോലെ തന്നെ കുക്കായി കിട്ടും വേണം. നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് അച്ചാർ റെഡിയാക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഈ ആവശ്യമില്ലാത്ത എണ്ണ നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 4 വറ്റൽമുളകും അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഫ്രൈ ആയി വരണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് വിനീഗറും 2 കപ്പ് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി തിളച്ച് വരണം. നന്നായി ഒരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് തിളച്ച് ഈ മസാലകളെല്ലാം ബീഫിലോട്ട് പിടിക്കാനുള്ളൊരു ടൈം കൊടുക്കണം. നമ്മുടെ നാടൻ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാടൻ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് നമ്മളിത് തയ്യാറാക്കിയെടുത്തു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാറാണ്. Thank you.